ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഷാനവാസിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുകയോ തർക്കിക്കുകയോ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് ദേഹത്തേക്ക് ഇടിച്ചു കയറാൻ യാതൊരു മടിയും കൂടാത്ത ആളാണ് ഷാനവാസ്. ഇന്ന് തന്നെ അല്പസമയം മുൻപ് ലൈവിൽ അനീഷ് അനാവശ്യമായിട്ട് തന്നെ ഷാനവാസിനെ ഒന്ന് ചൊറിയാൻ പോയി. അനീഷിന് ഡെയിലി എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണമല്ലോ, അതുകൊണ്ട് തന്നെ കൺമുന്നിൽ കാണുന്ന ഒരു നിസ്സാര കാര്യം പോലും അനീഷ് വിട്ട് കളയത്തില്ല. ഇന്നിപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ബാത്റൂമിൽ കയറിയിരിക്കുകയാണ്, കുളിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ 2.5 മണിക്കൂറായിട്ടും ഇറങ്ങിയിട്ടില്ല. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത്രയും സമയം ഷാനവാസിൻ്റെ ബാത്റൂമിൽ ഇരിക്കാനുള്ള അധികാരമൊന്നുമില്ല. കുളിക്കാനാണെങ്കിൽ കുളിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുക എന്നാണ് അനീഷ് പറയുന്നത്. പക്ഷേ ഷാനവാസ് പറയുന്നു ഞാൻ കയറിയിട്ടത് 10 മിനിറ്റ് ആയുള്ളൂ. ആര്യനാണ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ബാക്കി അവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ അനീഷിനെതിരാണ്. 10 മിനിറ്റ് ഒന്നുമല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷേ അനീഷ് ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ 10-15 തവണയോളം ഷാനവാസിൻ്റെ അടുത്ത് വന്ന് നോക്കി. ഷാനവാസ് 2.5 മണിക്കൂറായിട്ട് തന്നെ ബാത്റൂമിൽ കയറിയിരിക്കുകയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അനീഷ്. മാത്രമല്ല അനീഷ് വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാനവാസ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഷാനവാസിന് ഇവിടെ പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല, ഒരു സ്പെഷ്യാലിറ്റിയും ഷാനവാസിനില്ല എന്ന് പറഞ്ഞ് അനീഷ് ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഷാനവാസ് അനീഷിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനീഷ് നിൽക്കുക, ഞാൻ പറയണ കേക്ക് എന്ന് പറഞ്ഞ് അനീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് അനീഷിൻ്റെ ഷർട്ടെ പിടിച്ച് വലിക്കുന്നു, അനീഷിൻ്റെ കയ്യെ പിടിച്ച് വലിക്കുന്നു. ഷാനവാസ് വെറുതെ നോർമലി സംസാരിക്കുന്ന രീതിയാണിത്. അല്പം ദേഷ്യത്തോടു കൂടിയാണ് നിന്നിരുന്നതെങ്കിൽ ആ ഷർട്ടെ പിടിച്ച് വലിക്കുന്നതൊക്കെ കുറച്ച് ശക്തി കൂടിയേനെ. അങ്ങനെയാണെങ്കിൽ അനീഷ് തിരിച്ചൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയോ ലാലേട്ടൻ വരുമ്പോൾ സംസാരിക്കുകയോ ചെയ്താൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടും. ഒരു യെല്ലോ കാർഡെങ്കിലും ഷാനവാസ് കിട്ടുന്ന രീതിയിലേക്ക് അത് അനൂപിന് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഇവിടെ അനൂപ് മേത്ത് പിടിച്ചതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. മാത്രമല്ല ഷാനവാസ് വലിയ ദേഷ്യത്തിലല്ലാത്തതുകൊണ്ട് തന്നെ അത്ര മാരകമായ രീതിയിലുള്ളൊരു ഫിസിക്കൽ അറ്റാക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഷർട്ടെ പിടിച്ച് വലിച്ചു, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ദേഹത്ത് തൊടുക തന്നെ ചെയ്തു. പക്ഷേ അത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല അനീഷ്. ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇതുപോലെ തന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഷാനവാസ് ചിലപ്പോൾ പെരുമാറാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ചിലപ്പോൾ എവിക്റ്റ് ആയി എന്ന് വരാം. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.